ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ പരിഷ്കാരങ്ങൾ തൊഴിലാളികൾക്ക് വിനയാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്, അഥവാ NMMS ആപ്പ് ഉപയോഗിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേഷനാണ് തൊഴിലാളികളെയും മേറ്റുമാരെയും മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് തന്നെ രാവിലെയും ഉച്ചയ്ക്കും തൊഴിലാളികളെ നിർത്തി അറ്റൻഡൻസ് എടുക്കണം എന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ. ഇതിനെതിരെ വ്യാപകമായ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. 2024 ഏപ്രിൽ മുതൽ വന്ന രീതി അനുസരിച്ച് തൊഴിൽ ചെയ്യുന്ന പദ്ധതി പ്രദേശത്തിൻ്റെ ജിയോ ടാഗ് ചെയ്ത ഭാഗത്തിൻ്റെ 10 മീറ്റർ ചുറ്റളവിൽ നിന്ന് വേണം NMMS അറ്റൻഡൻസ് എടുക്കുവാൻ. ഇതിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ തൊഴിൽ പ്രദേശം ചിലപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആയിരിക്കും എന്നുള്ളതാണ്. രാവിലെ അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ജോലി ചെയ്യാൻ വേണ്ടി 1-2 കിലോമീറ്റർ മാറി ജോലി ചെയ്തതിന് ശേഷം വീണ്ടും ഉച്ചയ്ക്ക് അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ രാവിലെ അറ്റൻഡൻസ് എടുത്ത അതേ സ്ഥലത്ത് തന്നെ മടങ്ങി വന്ന് അറ്റൻഡൻസ് എടുത്ത് വീണ്ടും തിരിച്ച് പോയിട്ട് വേണം ജോലി ചെയ്യാൻ എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. ഇതാണ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായ തൊഴിലാളികൾക്കാണ് ഇതിൽ പ്രയാസമുള്ളത്. ഇത് മാത്രമല്ല, ചില ദിവസങ്ങളിൽ NMMS ആപ്പിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജോലി ചെയ്താലും വേതനം ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളും ചില തൊഴിലാളികൾ പറയുന്നുണ്ട്. കണക്കുകൾ പ്രകാരം 50 വയസ്സിനും 60 വയസ്സിനും മുകളിൽ പ്രായമുള്ള ആളുകൾ ഈ കാരണത്താൽ ജോലിക്ക് വരുന്നില്ല എന്ന് വരെ കണക്കാക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ സൈനിങ് ഔട്ട്.